ഹായ്, ഇന്നൊരു അവിയൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഓണക്കല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ അറിയാത്തവർക്ക് ഉണ്ടാക്കി നോക്കാം. ഞങ്ങളെ കൊയിലാട്ടി സ്റ്റൈൽ അവിയലാണ്. ഇതിന് ഞങ്ങൾ ജീരകവും വെളുത്തുള്ളി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ചില സ്ഥലത്ത് ജീരകം ചേർക്കും, ചില സ്ഥലത്ത് വെളുത്തുള്ളി ചേർക്കും. നമ്മളിതൊന്നും ചേർക്കുന്നില്ല. നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ കഷ്ണം ഇഞ്ചി മാത്രമാണ് ചേർക്കുന്നത്. ഇതിന് എടുത്ത പച്ചക്കറികളാണ് ക്യാരറ്റ്, ഒരു 2 ക്യാരറ്റ് എടുത്തിട്ടുള്ള, പിന്നെ ഒരു കഷ്ണം ചേന, ചെറിയൊരു കഷ്ണം ചേന, പിന്നെ ഒരു പച്ചക്കായ്, പയർ, ഒരു 2-3 പയർ എടുത്തി, പിന്നെ പടവലത്തിൻ്റെ ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം, അങ്ങനെ തന്നെ ഒരു കയ്പേൻ്റെ കഷ്ണം, 2 മുരിങ്ങക്കായ്, ഒരു 3 പച്ചമുളക് എടുത്തി, ആവശ്യമുള്ള കറിവേപ്പില, ഒരു വെള്ളരിയുടെ കഷ്ണം, പിന്നെ ആവശ്യത്തിനുള്ള തൈര്, പിന്നെ കഷ്ണം ഇഞ്ചി കൂട്ടിയിട്ട് അരച്ച് വെച്ച തേങ്ങയാണ്. ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണ് വീട് കേട്ടോ. എൻ്റെ അടുത്ത് മറ്റേ ഇരുമ്പിൻ്റെ പാത്രങ്ങളോലെ കലമില്ലേ, കലം പിന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം, കുറേ ഇട്ടത് കുറച്ച് വെള്ളം. ഇതിലേക്ക് ഞാൻ നല്ല വേവുള്ളതുകൊണ്ട് ചേനയും ക്യാരറ്റും പച്ചക്കായ് ഇട്ട് കൊടുക്കുകയാണ്. തടി പിടിക്കാണ്ടിരിക്കാനാണ് ഞാൻ ആദ്യത്തിൽ വെളിച്ചെണ്ണ ആക്കി. ഇതൊന്ന് വെന്തിട്ടാണ് തിളച്ചിട്ടില്ല. ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ബാക്കിയുള്ള കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുക. പടവലാണ്, പടവലം, കയ്പ, പയർ, മുരിങ്ങക്കായ്, കരിവേപ്പില ഇടുന്നില്ല, പച്ചമുളക്, വെള്ളിയൊക്കെ എല്ലാം ബാക്കി കഷ്ണങ്ങളൊക്കെ ഇട്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ കഷ്ണമൊക്കെ വെന്ത് കേട്ടോ. ഇതിൽ കുറച്ച് വെള്ളം കൊണ്ട് അത് ഇറപ്പൊക്കെ ഇടുമ്പോൾ സെറ്റാവും. ഉപ്പ് നോക്കട്ടെ കേട്ടോ. നോക്കട്ടെ, കളറിന് കുറച്ച് ഒരു എന്താ പറയുക, ഒരു നുള്ളു മുളക് കൂട്ടിയിട്ടൊക്കെ. പച്ചമുളക് നല്ല എരിവുണ്ട്, കളറിന് വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അരച്ച് വെച്ച തേങ്ങ വെച്ച് വെക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഈ വെള്ളം ഒഴിച്ചെടുത്താൽ മതി. തൈര് വെച്ചെടുക്കട്ടോ. കുറച്ച് ഉപ്പ് വേണേ. കരിവേപ്പില മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കും. തൈര് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കണ്ട, ഇത്രയും മതി. ഒന്ന് തേങ്ങ അരച്ച് വെച്ചില്ല, അതൊന്ന് ചൂടായാൽ മതി. പച്ച വെളിച്ചെണ്ണ മേലെ ഊറ്റി കൊടുക്കുക. സംഭവം ഓണത്തിനെല്ലാവരും ഇതുപോലൊരു അവിയൽ വെച്ച് കൊടുക്കുക. ഇത് കൊയിലാണ്ടി സ്റ്റൈലാണ്. ഞാൻ പറഞ്ഞ പോലെ ജീരകം ഇട്ടിട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ ഞാനങ്ങനെ ഉണ്ടാക്കില്ല, ഞാൻ ഇഞ്ചി മാത്രമേ തേങ്ങയിലിടുള്ളൂ. ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കാം, ഞാൻ എൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ.